തിരുവനന്തപുരത്ത് ഗുണ്ടാ നേതാവ് ഉൾപ്പെട്ട ലഹരി കേസിൽ പോലീസിന്റെ അട്ടിമറി. ഷാഡോ പോലീസ് പിടികൂടി കൈമാറിയ തൊണ്ടി മുതൽ മുക്കിയെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ഗുണ്ടാ നേതാവ് ഷാജഹാനെയും കൂട്ടാളികളെയും പിടികൂടുമ്പോൾ 1.2 ഗ്രാം ഹാഷിഷ് ഓയിൽ ഉണ്ടായിരുന്നു. തിരുവല്ലം SI തയ്യാറാക്കിയ മക്സറിൽ നിന്ന് ഇത് ഒഴിവാക്കി എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിലെ ഉള്ളടക്കം. ശ്രീനന്ദ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനന്ദ, എന്താണ് വിശദാംശങ്ങൾ? അനു, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. തിരുവനന്തപുരം തിരുവല്ലത്ത് ലഹരിയുമായി ഗുണ്ടാ നേതാവും സംഘവും പിടിയിലായെന്ന് പറഞ്ഞാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. വലിയതുറ സ്വദേശി ഷാജഹാനും കൂട്ടനുമാണ് ഇയാളുടെ കയ്യിൽ നിന്നും എയർഗൺ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ, ഹാഷിഷ് ഓയിൽ അതുപോലെയുള്ള ലഹരി വസ്തുക്കൾ ലഭിച്ചതായാണ് അന്ന് നമുക്ക് വിവരം ലഭിച്ചത്. അന്ന് പോലീസ് FIR എടുത്തിരുന്നു. MDMA ഉൾപ്പെടെയുള്ള കഞ്ചാവ്, MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഇവരിൽ നിന്ന് ലഭിച്ചതായി വിവരമുണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതിൽ പോലീസ് ഒരു അട്ടിമറി ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്നത്. തിരുവനന്തപുരത്ത് ഈ ഒരു ഗുണ്ടാ നേതാവിനെ പിടിച്ച കേസിൽ ഷാഡോ പോലീസ് പിടികൂടി കൈമാറിയ തൊണ്ടി മുതലിൽ മുക്കി എന്നൊരു ഇതാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടായിട്ട് നൽകിയിരിക്കുന്നത്. പോലീസ് പിടിച്ചതിന് ശേഷം പോലീസ് പിടികൂടുമ്പോൾ ഇയാളുടെ കൈവശം ഷാജഹാന്റെ കൈവശം 1.2 ഗ്രാം ഹാഷിഷ് ഓയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇവരിത് FIR റിപ്പോർട്ടിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ മഹസറിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ഇത് ഒഴിവാക്കിയാണ്. ഇത്രയും ഹാഷിഷ് ഓയിലിന്റെ എണ്ണം അവർ എത്രയാണ് എന്നുള്ളൊരു കൃത്യമായ ഒരു വിവരം കൊടുക്കാതെയാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് അവർ ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. തിരുവല്ലം SI തയ്യാറാക്കിയ ഈ ഒരു മസറിലാണ് ഇങ്ങനൊരു വീഴ്ച പറ്റിയെന്ന റിപ്പോർട്ട് തരുന്നത്. കള്ളി വെളിച്ചതായപ്പോൾ തിരുവല്ലം പോലീസ് മറ്റൊരു മസർ തയ്യാറാക്കി. ഇതും സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഇതൊരു വിഷയമായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഒരു 3 പേരെയാണ് ഈ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ പിടികൂടിയിരുന്നത്. ഇവരെ പോലീസ് കസ്റ്റഡിയിൽ എത്തുന്നു. എന്നാൽ വളരെ കുറച്ച് MDMA മാത്രമാണ്, 6 ഗ്രാം MDMA മാത്രമാണ് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നത് എന്നാണ് അപ്പോൾ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം വെച്ച് നോക്കുമ്പോൾ 1.2 ഗ്രാം ഹാഷിഷ് ഓയിൽ കൂടി ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുക. പോലീസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി, കള്ള റിപ്പോർട്ട് തയ്യാറാക്കി സ്പെഷ്യൽ ബ്രാഞ്ചിന് അല്ലെങ്കിൽ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് കൈമാറി എത്തുന്നൊരു ചോദ്യം ഇവിടെ ഉന്നയിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ റിപ്പോർട്ടുകളും അതുപോലെ തന്നെ ഇതിനെതിരായ കാര്യങ്ങളും അന്വേഷിച്ചു വരികയാണ്. എന്താണ് പോലീസിന് ഇതിലുള്ള പങ്ക് എന്ന് വ്യക്തമാക്കണമെന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചും അതുപോലെ തന്നെ മറ്റ് മേലുദ്യോഗസ്ഥരും SIയോട് ചോദിച്ചിരിക്കുന്നത്. അനു. ശരി ശ്രീനന്ദ.